തിരുവനന്തപുരം നഗരസഭയിൽ ബി.ജെ.പിക്ക് ആശ്വസിക്കാനുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഗോളടിക്കൂ, ഫുട്ബോൾ സമ്മാനമായി നേടൂ. LED ടിവികൾക്ക് 70% വരെ ഡിസ്കൗണ്ട്. ആഘോഷിക്കൂ ഈ ഫുട്ബോൾ വേൾഡ് കപ്പ് ഗോപുനന്ദിലെ ജിമാർട്ടിനൊപ്പം. അതായത് കാപ്പ തടവുകാരനായി ജയിലിൽ കഴിയുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി.ജെ.പി കൗൺസിലർ ആർ സുഗതന്റെ സത്യപ്രതിജ്ഞ ജയിലിൽ നടത്താമെന്ന് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഹൈക്കോടതിയെ രേഖാമൂലം അറിയിച്ചിരിക്കുകയാണ്. കാപ്പ തടവിൽ നിന്ന് ഇടക്കാല മോചനം നൽകരുതെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിക്കും. വെയ്യൂർ ജയിലിൽ സത്യപ്രതിജ്ഞയ്ക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കാമെന്നും ചട്ടപ്രകാരം സത്യപ്രതിജ്ഞ തടസ്സം ഇല്ലെന്നും സർക്കാർ കോടതിയെ അറിയിച്ചിരിക്കുകയാണ്. സുഗതന് ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യാനാകുമോ എന്ന് സർക്കാരിനോട് കഴിഞ്ഞ ദിവസം കോടതി ആരാഞ്ഞിരുന്നു. വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ കാപ്പ തടവിൽ നിന്ന് താത്കാലികമായി മോചിപ്പിക്കണമെന്ന സുഗതന്റെ ഹർജി പരിഗണിക്കുമ്പോഴാണ് കോടതി സർക്കാരിനോട് ഈ ചോദ്യം ചോദിച്ചത്. ഇക്കാര്യത്തിൽ ഇന്ന് ഒരു മറുപടി നൽകാമെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ആ മറുപടിയാണ് സർക്കാർ ഇന്ന് കോടതിയിൽ നൽകിയത്. അതായത് ഹൈക്കോടതിയിൽ നൽകിയത് വിയ്യൂർ സെൻട്രൽ ജയിലിൽ സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള ഒരു സൗകര്യം ഒരുക്കാമെന്ന് സർക്കാർ ഹൈക്കോടതിയെ രേഖാമൂലം അറിയിച്ചിട്ടുണ്ട്. കാപ്പ തടവിൽ നിന്ന് സുഗതനെ മോചിപ്പിക്കാൻ നിയമപരമായി കഴിയില്ല എന്ന് സർക്കാർ കോടതിയെ അറിയിച്ചിരിക്കുകയാണ്. കാരണം കാപ്പ ബോർഡും സുഗതന് മേൽ ചുമത്തിയിട്ടുള്ള കാപ്പ കുറ്റം ശരിവെച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസമാണ് ഉത്തരവിറക്കിയത്. ചട്ടവിരുദ്ധമായി പല ദൈവങ്ങളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തതിന് ഹൈക്കോടതി സത്യപ്രതിജ്ഞ അസാധുവാക്കിയതിൽ ഒരാളാണ് ഈ വാർഡ് കൗൺസിലറായ സുഗതൻ. കൂടാതെ നേരത്തെ നെടുമങ്ങാട് കോടതി 2 കേസുകളിൽ സുഗതന് ഇടക്കാല ജാമ്യം നൽകിയിരുന്നു. എന്നാൽ കാപ്പ കേസിൽ നിന്ന് ജയിൽ മോചിതനായാൽ മാത്രമേ ഇടക്കാല ജാമ്യം ബാധകമാകൂ എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ജയിൽ മോചനം തേടി ഹൈക്കോടതിയിലേക്ക് ഹർജി സുഗതൻ നൽകിയത്. കഴിഞ്ഞ ജൂൺ 9 മുതൽ കാപ്പ ചുമത്തി നാട് കടത്തപ്പെട്ട സുഗതൻ നിലവിൽ വിയ്യൂർ സെൻട്രൽ ജയിലാണ് ഇപ്പോൾ ഉള്ളത്. നിലവിൽ കേസിൽ ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന സുഗതൻ സത്യപ്രതിജ്ഞ ചെയ്തില്ലെങ്കിൽ ബി.ജെ.പിക്ക് അത് വലിയൊരു രാഷ്ട്രീയ പ്രശ്നമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെയാണ് കോടതിയുടെ അനുവാദത്തോടുകൂടി സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള ഒരു നീക്കത്തിലേക്ക് നടത്തുന്നത്. നിലവിൽ ഇപ്പോൾ ആദ്യം മുതൽ തന്നെ വി രാജേഷ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സുഗതന്റെ കാര്യത്തിൽ സുഗതൻ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കണം. ആ യോഗത്തിൽ പങ്കെടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് അസാധുവായി പോകുന്ന ഒരു രീതിയിലേക്ക് പോകും. കൂടാതെ സുഗതൻ കൗൺസിലർ എന്ന നിലയിലേക്ക് പുറത്തേക്ക് പോകും. അപ്പോൾ ഈ ജൂലൈ മാസത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രധാനമായി സുഗതൻ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കേണ്ടത്. അപ്പോൾ ആ കാര്യങ്ങൾ എങ്ങനെയാണ് ഇനി ഉള്ളത്, അതായത് സുഗതനെ കൊണ്ട് എങ്ങനെ കൗൺസിൽ യോഗത്തിൽ പങ്കെടുപ്പിക്കാൻ പറ്റും എന്നുള്ള ഒരു നീക്കത്തിലേക്കാണ് ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭയുടെ മേയർ അടക്കമുള്ളവർ നിയമോപദേശം തേടിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. കാരണം സുഗതനെ കേന്ദ്രീകരിച്ച് മാത്രം വട്ടിയൂർക്കാവ് സ്റ്റേഷനിൽ 7-8ഓളം കേസുകൾ സുഗതന്റെ പേരിൽ തന്നെ ഉണ്ട്. അത് കൊലപാതക ശ്രമം, വീട് കയറി ആക്രമണം, അങ്ങനെയുള്ള ഭീഷണിപ്പെടുത്തൽ, അങ്ങനെയുള്ള പല കേസുകളാണ്. അങ്ങനെയാണ് ഇടതുപക്ഷ സർക്കാരിന്റെ കാലയളവിലാണ് സുഗതന്റെ പേരിൽ കാപ്പ കുറ്റം ചുമത്തിക്കൊണ്ടുള്ള കേസ് രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ ഇനി ഒരു 6 മാസം കൂടി സുഗതൻ കാപ്പ കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടക്കണം. അതിനുശേഷം മാത്രമേ സുഗതന് സ്വാഭാവികമായ ഒരു ജാമ്യം ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ നേരം അത്രയും ഈ സുഗതന്റെ കാപ്പ കേസ് സുഗതനെ എങ്ങനെ തിരുവനന്തപുരം നഗരസഭയിലെത്തി കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ പറ്റും, അങ്ങനെയുള്ള ഒരു ചർച്ചകളാണ് ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭ ആസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അല്ലെങ്കിൽ ഈ ആഴ്ചയോട് തന്നെ സുഗതനെ വിയ്യൂർ ജയിലിൽ എത്തിച്ചുകൊണ്ട്, അതായത് നിലവിൽ ഇപ്പോൾ സുഗതൻ വിയ്യൂർ ജയിലിലാണ്. അവിടെ തന്നെ സംസ്ഥാന സർക്കാർ സുഗതനെ കൗൺസിലറായി സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള എല്ലാ നീക്കങ്ങളും ഒരുക്കാമെന്ന് കോടതി രേഖാമൂലം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആഴ്ചയോട് തന്നെ സുഗതൻ കൗൺസിലറായി വീണ്ടും ഒരു സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള ഒരു നീക്കമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അതിന്റെ കൃത്യമായി എന്നാണ് സുഗതൻ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഡേറ്റ് എല്ലാം, അതിനുവേണ്ടിയുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ഒരുക്കാനുള്ള ദിവസം, തീയതി, സമയമെല്ലാം സർക്കാർ രേഖാമൂലം തന്നെ കോടതിയെ അറിയിക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചനകൾ.